ഇസ്സത്ത് സഹോദരങ്ങളെ, അത് ഇസ്ലാം നൽകുന്നതാണ്, അത് അള്ളാഹു നൽകുന്നതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട് അല്ലേ, ഇസ്ലാമാണ് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത് എന്നാണ്. ഇസ്ലാമാണ് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത് എന്നാണ് അല്ലേ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിങ്ങൾക്ക് അധീനയിൽ വരികയാണ്. അത്രയും കാലം യഹൂദരുടെ കൈവശമുണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദിസ് അത് മുസ്ലിങ്ങൾക്ക് അധീനയിലേക്ക് വരികയാണ് അല്ലേ. യുദ്ധം മുസ്ലിങ്ങൾ ജയിച്ച് അത് ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിങ്ങൾക്ക് അധീനയിലേക്ക് വന്നപ്പം അത് സ്വീകരിക്കാൻ അതിന്റെ ചാവി അത് ഇതിന്റെ സേനാ നായകന് കൊടുത്തില്ല എന്നാണ്. സാധാരണ ഏതൊരു സ്ഥലത്ത് വിജയിക്കുമ്പോഴും അവിടുത്തെ കൊട്ടാരം അതിന്റെ എല്ലാ താക്കോലും സേനാനായകനാണ് കിട്ടുക. പക്ഷേ ബൈത്തുൽ മുഖദ്ദിസിന്റെ കീ അത് സേനാനായകന് കൊടുക്കൂല, അത് നിങ്ങളുടെ ഖലീഫയ്ക്കേ തരുള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഖലീഫ മദീനയിൽ നിന്ന് വരണം എന്ന് അവിടെ യഹൂദ റബ്ബിമാര് ശാഠ്യം പിടിച്ചപ്പം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് അതിന്റെ ചാവി വാങ്ങാൻ വേണ്ടി പോവാണ്. ആരൊക്കെ പോണങ്ങള്? രണ്ടാൾക്കാരാണ് പോണ്. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, രണ്ട് ഉമർ അള്ളാഹുവിന്റെ കൂടെ ഉമർ അള്ളാഹുവിന്റെ ഭൃത്യൻ. ഈ രണ്ടാളുകൾ നടന്ന് ഒരു കഴുതപ്പുറത്ത്, ആകെ നല്ല എന്താ പറയാ, ഒരാളെ മാത്രം ചുമക്കാൻ കഴിവുള്ള ഒരു കഴുതന്റെ പുറത്താണ് പോണത്. അപ്പോ കുറച്ചേരം ഉമർ അള്ളാഹുവിന് കയറും, എന്നിട്ട് മറ്റേ ആൾ അതിന്റെ കൂടെ നടക്കും. നടക്കുന്ന ആള് ക്ഷീണിക്കുമ്പോ എന്ത് ചെയ്യും? നടക്കുന്ന ആള് കഴുതന്റെ പുറത്ത് കയറും, കഴുതന്റെ പുറത്തുള്ള ആള് പിന്നെ നടക്കും. അങ്ങനെ മദീനയിൽ നിന്ന് ഫലസ്തീൻ വരെ ബൈത്തുൽ മുഖദ്ദിസ് വരെ ഒരു കഴുത വെച്ച് രണ്ടാളിങ്ങനെ വരികയാണ് ഈ ചാവി വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തെത്തുമ്പം അവിടെ ഇസ്ലാമിക സേനാനായകൻ കാത്തു നിൽക്കുകയാണ് ഉമർ അള്ളാഹുവിനെ. അവിടെ ചുവന്ന പരവതാനിയൊക്കെ വിരിച്ചിട്ടുണ്ട് ഖലീഫക്കും വേണ്ടിയിട്ട്. ഖലീഫ വരുന്നെങ്ങനെ 17 സ്ഥലത്ത് കീറിയ കുപ്പായിട്ടിട്ടാണ് ഉമർ അള്ളാഹുവിന് വരുന്നത്. 17 സ്ഥലത്ത് കീറിയ കുപ്പായം അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും ബൈത്തുൽ മാലിന്ന് വസ്ത്രം കൊടുത്തിരുന്നു. അപ്പൊ ഉമർ അള്ളാഹുവിന് നല്ല സൈസും തണ്ടും തടിയുള്ള മനുഷ്യനാണ് അല്ലെ. എല്ലാവർക്കും 2 മീറ്റർ കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ റേഷൻ പീടിയെന്നും മാവേലിന്നൊക്കെ ഓണത്തിനൊക്കെ തുണി ഇട്ടിയൊക്കെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് 2 മീറ്റർ ആണെന്ന് എല്ലാവർക്കും ഒരാൾക്ക് തുണി കൊടുക്കുക. 2 മീറ്റർ ഒരു കണക്കുണ്ടായിരുന്നു. പക്ഷെ ആ കണക്കിൽ കിട്ടുന്ന തുണി കൊണ്ട് ഉമർ അള്ളാഹുവിനെ അടിച്ചാൽ കഴിയില്ല, കാരണം നല്ല സൈസുള്ള മനുഷ്യനാണ്. അപ്പൊ കുത്തുബ പറയുമ്പം ഒരാൾ നിന്ന് ചോദിച്ചതാണ്, എല്ലാവർക്കും കൊടുത്ത ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്ത എല്ലാവർക്കും കൊടുത്ത തുണി കൊണ്ട് ഉമറെ താങ്കൾക്ക് കുപ്പായ അടിച്ചാൽ തികയില്ലല്ലോ, പക്ഷെ താങ്കൾ വലിയ കുപ്പായാണല്ലോ ഇട്ടിക്കണത്, അത് ഉടുന്നടിച്ചു എന്നാ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തരോ, ഞാൻ എന്റെ മകന്റെതും എന്റെയും കൂടി ഇല്ല, 2 ഓരി കൊണ്ട് അടിച്ച കുപ്പായാണത്. 2 ഓരി കൊണ്ട് അടിച്ച കുപ്പാന. അങ്ങനത്തെ കുപ്പായിട്ട് 17 സ്ഥലത്ത് തുന്നിയിട്ട് കീറി 17 സ്ഥലത്ത് തുന്നിയ കുപ്പായിട്ടിട്ടാണ് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഈ ചാവി വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പോ അവിടെ നിന്ന് ഇസ്ലാമിക സേനാനായകൻ കണ്ടിട്ട് ഉമർ അള്ളാഹുവിനോട് ചോദിക്കാണ്, നല്ലൊരു കുപ്പായ ഞങ്ങള് ഇവിടുന്ന് സംഘടിപ്പിച്ച് തരട്ടേന്ന്, അത് ഇട്ടിട്ട് വാങ്ങിയാ പോരെ ഇത് അല്ലേ, നമ്മളിപ്പോ ഒരു ചടങ്ങിന് വരുമ്പോ അങ്ങനല്ലേ, നല്ലൊരു കുപ്പായ ഇട്ടിട്ട് വാങ്ങിയാ പോരെ ആ താക്കോല് എന്ന് ചോദിച്ചപ്പം ഉമർ അള്ളാഹുവിന് പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ്, ഞങ്ങൾക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമാണെന്നാണ്. ഞങ്ങൾ പ്രതാപമില്ലാതെ, അറബികൾ ആരായിരുന്നു ചരിത്രം പരിശോധിച്ച ഏതൊരാൾക്കും മനസ്സിലാകും. അറേബ്യ എന്ന നാടിന്റെ അപ്പുറമുള്ളതും ഇപ്പുറമുള്ള 2 നാടുകൾ, അവിടെ ആരാണ്? ഒരു ഭാഗത്ത് റോമക്കാരാണ്, മറ്റേ ഭാഗത്ത് പേർഷ്യക്കാരാണ്. 2 ഡൈനാസ്റ്റികളാണ്. ലോക ചരിത്രത്തിൽ 700-900 വർഷങ്ങളും ലോകത്തെ കൈയടക്കിയ 2 വലിയ ശക്തികൾ, സാമ്രാജ്യ ശക്തികൾ, പേർഷ്യൻ രാജാക്കന്മാരും റോമൻ രാജാക്കന്മാർക്കുമിടയിൽ ലോകത്ത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത, കൃഷി പോലും നടക്കാൻ സാധ്യമല്ലാത്ത ഒരു വരണ്ട ഭൂമിയായ അറേബ്യ എന്ന ഒരു കൊച്ചുനാട്. അത് ഈ 2 ആളുകൾക്കും വേണ്ട. റോമക്കാരും അറേബ്യയെ ആക്രമിച്ചിട്ടില്ല, പേർഷ്യക്കാരും അറേബ്യയെ ആക്രമിച്ചിട്ടില്ല. കാരണം ആ സ്ഥലം ആർക്കും വേണ്ടാത്ത സ്ഥലമാണ്. അവിടെ ഒന്നുമില്ല, ഒരു നാഗരികതയില്ല, ഒരു കൃഷിയില്ല, ഒന്നുമില്ലാത്ത വരണ്ട ഭൂമി. ആർക്ക് വേണം? ലോക ചരിത്രം പരിശോധിച്ച് നോക്കി, ആ പേർഷ്യന്റെയും റോമന്റെയും ഇടയിലുള്ള ആർക്കും വേണ്ടാത്ത, കൃഷിക്ക് പോലും യോഗ്യമല്ലാത്ത ആ ഒരു ചെറിയ മരുഭൂമിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംസ്കാരം ഉണ്ടായി എന്ന് പറയുമ്പം സഹോദരങ്ങളെ, എന്താണ് അറേബ്യയിൽ സംഭവിച്ചത്? അവിടെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു എന്നത് മാത്രമാണ് അല്ലേ. അവിടെ ഒരു കൃഷിക്ക് വെള്ളമല്ല,
അവിടെ ഒരു കൃഷിയില്ല. നിങ്ങൾ ഇന്നും മക്കത്ത് പോയാൽ നമുക്കറിയാം എന്താ മക്കത്തുള്ളത്. നിങ്ങൾ ആ കാബ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. വെറും ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഭൂമി മാത്രമാണ്. അവിടെ ആളും മനുഷ്യരൊക്കെ ഉണ്ടായത് ആ കാബ ഉള്ളത് കൊണ്ടാണ് അല്ലേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും എല്ലാം അവിടെ കിട്ടും. അതൊന്നും അവിടെ ഉണ്ടാക്കിയതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രണ്ട് സംസ്കാരങ്ങൾ, ഒരു ഭാഗത്ത് റോമക്കാരും മറ്റേ ഭാഗത്ത് പേർഷ്യക്കാരും, ലോകത്തിന്റെ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററുകൾ അധീനപ്പെടുത്തി ജീവിക്കുന്ന രണ്ട് വലിയ സാമ്രാജ്യത്വ ശക്തികൾ. അവർക്ക് 700-900 വർഷത്തെ പാരമ്പര്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുണ്ട് അവർക്ക് അല്ലേ. ആ സൈനിക ശക്തിയൊക്കെ ഉണ്ടായിട്ടും അവരാരും തിരിഞ്ഞു നോക്കാത്ത അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഒരു വരണ്ട മരുഭൂമിയാണ് അറേബ്യ എന്ന് പറയപ്പെടുന്നത്. ആ അറേബ്യയിൽ ഒരു പ്രവാചകൻ ജനിക്കാണ്. ആ അറേബ്യയിൽ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. വേറൊന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ആ പ്രവാചകൻ അവിടെ 23 വർഷം ജീവിച്ചു. 23 വർഷം ജീവിച്ചു. അന്നത്തെ അറബുകളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ പ്രത്യേകിച്ച് വിവാഹ നിയമങ്ങളില്ല. ഒരാൾക്ക് എത്ര പേരെയും കല്യാണം കഴിക്കാം. ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യമാരെ എൻ്റെ സ്വത്ത് ഓരിക്കുന്നത് പോലെ മക്കൾ ഓരി വെച്ചെടുക്കും അല്ലെ. സ്വന്തം പിതാവിന്റെ ഭാര്യമാരെ എന്ത് ചെയ്യും? മക്കള് സ്വത്തോരിക്കുന്നത് പോലെ ഓരി വെച്ചിരുന്ന ഒരു കാലം. ഒരാൾക്ക് എത്രയും കല്യാണം കഴിക്കാവുന്ന, എത്രയും സ്ത്രീകളുമായി കല്യാണം കഴിക്കാവുന്ന, അത് കല്യാണത്തിന് പ്രത്യേകിച്ച് നിയമമില്ലാത്ത ഒരു സംസ്കാരം അല്ലെ. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സംസ്കാരം. അവിടെയാണ് ഒരു ചെറിയ കാര്യത്തിന് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്ത് പക തീർത്തിരുന്ന യുദ്ധക്കൊതിയന്മാരായ ഒരു കൂട്ടം ആളുകൾ, അവർക്കിടയിലേക്കാണ് ഒരു പ്രവാചകൻ നിയോഗിതനാകുന്നത്. എന്നിട്ടോ ആ പ്രവാചകൻ 23 വർഷം മാത്രമാണ് അവിടെ പ്രബോധനം ചെയ്തത്. 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത് അല്ലെ. 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും ജീവിച്ചു. 23 വർഷത്തെ പ്രവാചക ജീവിതം കൊണ്ട് അവിടെ ആ ആളുകളെ മാറ്റിയെടുത്തു അല്ലേ. ദ 100 റാങ്കിങ് എന്ന മൈക്കൽ എച്ച് ഹാർട്ടിന്റെ 100 റാങ്കിങ് എന്ന പുസ്തകത്തിൽ ഒന്നാമത്തെ റാങ്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് എന്താണ്? 23 വർഷം കൊണ്ട് ആ ആളുകളെ മുഴുവൻ മാറ്റിയെടുത്ത് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സംസ്കാരത്തിന് തുടക്കം കുറിച്ച ഒരു വലിയ മഹാവ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവല്ല, അത് അല്ലാഹു നൽകിയ വഹിയാണ്, അത് ഖുർആനാണ്. അത് 23 വർഷത്തെ പ്രവാചക ജീവിതമാണ്, ഹദീസാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആരാണ് ഉമർ? ഉക്കാള ചന്തയിൽ ഉമർ നല്ല ഡ്രസ് ഇട്ട് നല്ല സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഉമർ നടന്ന ഒരു കാലഘട്ടം ഉമറിനുണ്ട്. അന്നില്ലാത്തൊരു പ്രതാപം. 17 സ്ഥലത്ത് കണ്ടം വെച്ച് തുന്നിയ കോട്ടിട്ടപ്പോൾ, ആ വസ്ത്രമിട്ടപ്പോൾ ഉമറിനുണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് ഉമറിന് പ്രതാപം നൽകിയത്? അത് ഉമർലാൻ പറയാണ്, ഞങ്ങൾക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമാണ്. അല്ലാഹു അല്ലാത്ത ഒന്നിൽ, ഇസ്ലാം അല്ലാത്ത ഒന്നിൽ ആരെങ്കിലും പ്രതാപം അന്വേഷിച്ചാൽ അല്ലാഹു അവരെ നിന്ദ്യരാക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ തലമുറക്ക് എന്താണ് പറ്റിയത്? ഇന്ന് നമുക്ക് അഭിമാനമില്ല. നമ്മുടെ മതത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ കൾച്ചറിലും അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ ഈ ശരീഅത്തിൽ നമുക്ക് അഭിമാനമില്ല. നമുക്ക് അപകർഷതാബോധമാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഇതൊക്കെ എന്തോ പഴഞ്ചനാണ്, കാടനാണ്, കാട്ടറബികളുടേതാണ് അല്ലേ. ഇതൊക്കെ ഏതോ കാലത്തുള്ളതാണ്, നിങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കേണ്ടതല്ല എന്ന് നമ്മൾ കളിയാക്കപ്പെടുമാറ് നമ്മൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മതത്തെയും അതിന്റെ സംസ്കാരത്തെയും കുറിച്ച് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു അപകർഷതാബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിൽ നമുക്ക് വലിയ പങ്കുണ്ട്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് ചരിത്രത്തിൽ എവിടെയാണ് ഇസ്ലാമിക സംസ്കാരത്തിന് ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്ത് ജീവിച്ച ആളുകൾ എന്ന് ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാതിരുന്നോ, ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാതിരുന്നോ സഹോദരങ്ങളെ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്ന് അകന്നു പോയോ, അന്ന് അവരുടെ പ്രതാപം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് അവരുടെ മേൽ മറ്റുള്ളവർ കുതിര കയറിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രതാപം, ശരിയായ അള്ളാഹുവിന്റെ പ്രതാപം തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ കൃത്യമായിട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം, മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അത് ശരിയാണ് എന്ന് നമുക്ക് യഖീൻ ഉണ്ടാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹു നൽകിയ
നൽകിയ ഈ ദീനിലല്ലാതെ മറ്റൊന്നിൽ നമ്മൾ പ്രതാപം അന്വേഷിച്ച് പോകേണ്ടവരല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൗഹീദ് ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചു പോണം ഈ മതത്തിലേക്ക്, ഇതിന്റെ ആദർശത്തിലേക്ക്, ഇതിന്റെ സംസ്കാരത്തിലേക്ക്, ഇതിന്റെ ജീവിത മാതൃകകളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. അതിനാദ്യം വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് തൗഹീദാണ്. ഫലാ തഖ്ശൗ വലാ തഖ്ശൗൻ നാസ വഖ്ശൗനി. നിങ്ങൾ ജനങ്ങളെ പേടിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ പേടിക്കണം എന്നാണ്. മറ്റുള്ളവരെയല്ല നമ്മൾ പേടിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നൊരവസ്ഥ. അള്ളാഹു അല്ലാത്ത ഒരാളെ ഭയപ്പെട്ടാൽ എന്താ? നിങ്ങൾ എല്ലാത്തിനും ഭയപ്പെടേണ്ടി വരും. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവന്റെ അവന്റെ ഒരു നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഭയപ്പെടൂല എന്നാണ്. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത എന്നൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സഹോദരങ്ങളെ, ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയത് മുടക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ, ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടൂലേ? എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ ബേജാറാകണത്? നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്തതാണെങ്കിൽ, അത് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും. അള്ളാഹു വിചാരിച്ചൊരു സർട്ടിഫിക്കറ്റ്, അള്ളാഹു വിചാരിച്ച എന്തെങ്കിലും ഒരു അംഗീകാരം അതൊരാളെ കൊണ്ട് മുടക്കാൻ സാധിക്കൂല. അതാണ് ഈ 5 നേരം നിസ്കാരത്തിന് ശേഷം നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന വാക്കാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ നീ വിലക്കിയത് തരാൻ ആരുമില്ല, നീ തന്നത് തടയാൻ ആരുമില്ല എന്ന് നമ്മൾ പറയണം. എന്നിട്ട് നമുക്ക് പേടിയാണ്, അത് ശരിയാവൂലേ? ഇതാരെങ്കിലും തടയോ? ഇവിടെ ആരെങ്കിലും കാട്ടോ? അവിടെ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കോ? ഇതാരെങ്കിലും മുടക്കോ? എന്തിന് സഹോദരങ്ങളെ? അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിച്ച്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച്, ആ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും പേടിക്കേണ്ടി വരും അല്ലേ? പേടിച്ചാന്ന് പറഞ്ഞാല് ഒരു വായക്കുടുംബം അനങ്ങനണ്ട പേടിയേക്കാരം. അവിടെ ചെയ്ത്താണ്ടോ, ഭൂതണ്ടോ, മറ്റേതുണ്ടോ, അല്ലെ ചെക്കുട്ടി പാപ്പുണ്ടോ? എന്തിന് സഹോദരങ്ങളെ? അള്ളാഹു അല്ലാത്ത ഓരോന്നിനെയും ഒരു വിശ്വാസി ഭയപ്പെടേണ്ടവനല്ല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യമാണ് ഒരു വിശ്വാസി പറയുന്നത്. എന്തിന് പേടിക്കണം സഹോദരങ്ങളെ? ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്ളത്തിന്റെ മലക്കുകളെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുമെന്ന അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസി എന്തിനു ഭയപ്പെടണം? ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങാണ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് സഹോദരങ്ങളെ? ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പടച്ചോൻ കാത്തു. എന്തെങ്കിലും അതിൽ സംഭവിച്ചാൽ തന്നെ അതിലൊരു ഖൈറുണ്ടാവും എന്ന് ആശ്വസിക്കാൻ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് അചഞ്ചലമായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, തൗഹീദ് അല്ലേ? അതൊരു അസുഖം വരുമ്പോഴും സഹോദരങ്ങളെ, ഏത് പനി വന്നാലും, ഇപ്പൊ നിപ്പ വന്നു ഒരാൾ രക്ഷപ്പെട്ടു, മറ്റേ മരിച്ചു അല്ലേ? കോവിഡ് വന്നു, കുറച്ചാൾ മരിച്ചുപോയി, കുറെ ആൾക്കാർ ബാക്കിയായി. എന്തേ സഹോദരങ്ങളെ ചില ആളുകൾ മരിച്ചത്? എന്തേ ചില ആളുകൾ ബാക്കിയായത്? എന്തെങ്കിലും വ്യത്യാസം പറയാണ്ടോ അല്ലേ? ഒരേപോലെ കോവിഡ് വാർഡിലേക്ക് വന്ന 10 ആളുകളില് 6 ആൾക്കാർ മരിച്ചുപോയി, 4 ആൾക്കാർ ബാക്കിയായി. ഈ വന്ന സമയത്ത് ഈ 6 ആള് മരിക്കുന്നു, ഈ 4 ആള് ബാക്കിയാവുന്നും ആരും വിചാരിച്ചിട്ടില്ല. അവർ മരിക്കാനും ഇവർ ബാക്കിയാകാനും 2 പേർക്കും കൊടുത്ത മരുന്നൊന്നാണ്, 2 പേർക്കും കൊടുത്ത ചികിത്സ ഒന്നാണ്, 2 പേരെയും ചികിത്സിച്ച ഡോക്ടർ ഒന്നാണ്, 2 പേർക്കും സ്കാൻ ചെയ്തത് ഒരേപോലെയാണ്, 2 പേരുടെ റിപ്പോർട്ട് അടിച്ചത് ഒരേ ഡോക്ടറാണ് അല്ലേ? സഹോദരങ്ങളെ, 2 പേർക്കും ഇഞ്ചക്ഷൻ നൽകിയത് ഒരേ സിസ്റ്ററാണ്. പക്ഷേ 6 ആള് മരിച്ചു, 4 ആള് ജീവിച്ചു. എന്തേ സഹോദരങ്ങളെ? ഇവിടെ ജീവിതവും മരണവും നിശ്ചയിച്ചത് ആരാണ്? ഇവർ ബാക്കിയാകണമെന്നും മറ്റവർ മരിക്കണമെന്നും എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തീരുമാനമുണ്ടായത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് അല്ലാഹുവിന്റെ അധികാരമാണ്, അത് അല്ലാഹുവിന്റെ. അതുകൊണ്ട് ഒരു അസുഖം ഉണ്ടാവുമ്പം എന്റെ അസുഖം ആത്യന്തികമായി സുഖപ്പെടുത്തുന്നത് ഈ മരുന്നോ, ഈ ഇഞ്ചക്ഷനോ, ഈ ഓപ്പറേഷനോ അല്ല, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്റെ അസുഖം മാറ്റുന്നത് എന്ന അചഞ്ചലമായ വിശ്വാസം. അതാണ് തൗഹീദ്. അത് എന്തെങ്കിലും എവിടുന്നെങ്കിലും മന്ത്രിച്ചൂതിയ വെള്ളം കൊണ്ടെന്നാലോ, എന്തെങ്കിലും ജാറത്തുനിന്ന് നെയ്യ് കൊണ്ടെന്ന് പുരട്ടിയാലോ, സഹോദരങ്ങളെ, ഏതെങ്കിലും തങ്ങൾ പാപ്പാന്റെ അടുത്തുനിന്ന് നൂല് കൊണ്ടെന്ന് കെട്ടിയാലോ, അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ബറക്കത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് തേച്ചാലോ കഴിച്ചാലോ
എൻ്റെ അസുഖം മാറുന്നതല്ല, എൻ്റെ അസുഖം മാറ്റേണ്ടത് അല്ലാഹുവാണ്, അത് അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന അചഞ്ചലമായ വിശ്വാസം. അതാണ് തൗഹീദ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ തൗഹീദ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ 1,00,000 ചില്ലാനം പ്രവാചകന്മാർ മുഴുവനും ഇവിടെ പ്രബോധനം ചെയ്തത് ആ ഒരു തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കും. ഒരു ജിന്നോ ഒരു മലക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആർക്കും തന്നെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഒരാൾക്കും, അത് മനുഷ്യനാകട്ടെ മലക്കാകട്ടെ ജിന്നാകട്ടെ ആരുമാകട്ടെ, ഒരാൾക്കും തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവനാണ്, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല. നിങ്ങൾ ആലോചിച്ച് ഈ സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് പടച്ചവനെ ഓദിപ്പിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ട്. എന്താണ്? ഒരു കൂട്ടം യുവാക്കള് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ഭരണകർത്താവ് നിർബന്ധിച്ചപ്പം, വീട്ടുകാരല്ല ഈ രാജ്യത്തെ ഭരണം കൈയാളുന്ന അധികാരികൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പം നാട് വിട്ടുപോയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ 309 വർഷം അല്ലാഹു ഗുഹയിൽ ഉറക്കിക്കിടത്തി പിന്നീട് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് അവരെ ജീവിപ്പിച്ച് പിന്നെ അവർ മരിക്കുകയും ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, അവർ ആ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച ആളുകളെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആരൊക്കെ നിർബന്ധിച്ചാലും അത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച ഒരു കൂട്ടം ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തിയ കഥ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിങ്ങനെ ഓതുകയാണ്. എന്തിന് സഹോദരങ്ങളെ? അത് നമ്മളെ ബോധ്യപ്പെടുത്താണ്. മാറി വരുന്ന ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്താണ്. രണ്ടാമത് സഹോദരങ്ങളെ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു. ഈ ദീനനുസരിച്ച് ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മളെ പ്രശ്നം എന്താ പറയുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ നോക്കും അല്ലേ. സഹാബത്ത് എന്ന് പറഞ്ഞാൽ എന്തോ അവർക്ക് വഹി ഇങ്ങനെ ഇറങ്ങാണ്, പ്രവാചകൻ വഹി ഇങ്ങനെ ഓതി കൊടുക്കാണ്. സമിഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു. അവർക്കൊരു ഓപ്ഷൻ അല്ല അല്ലേ. നബി നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ നമ്മള് മക്കത്തൊക്കെ പോകുമ്പോൾ അല്ല മദീനത്ത് പോകുമ്പോൾ ആ കിബില മാറിയ പള്ളിയുണ്ട്. കിബില മാറിയ എന്ത് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ കിബില മാറിയിട്ടോ എന്ന് പറഞ്ഞപ്പം എബൌട്ടൺ അടിച്ച് ഇങ്ങോട്ട് നിസ്കരിച്ച ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൽപ്പന വരുമ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കണ കിബിലാണ് മാറ്റിയാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കിബില നിസ്കാരത്തിൽ മാറുകയാണ്, കൽപ്പന വരികയാണ്. അതാണ് സഹാബത്ത് എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രവാചകൻ കൽപ്പിച്ചോ അതവരനുസരിക്കുക എന്നുള്ളതാണ് അല്ലേ. അവർ സമിഅനാ വഅതഅനാ എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കേട്ടാലും നമ്മൾ പെരി പോയിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ടേ നമ്മളിത് ഇതൊക്കെ അനുസരിക്കുള്ളൂ. എന്താ ഇപ്പം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, അത് മാണോ? അങ്ങനെയൊക്കെ ദീനിലുണ്ട് എന്നാ നബി അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങണെന്നാ, ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറയണേ, മൗലവി പറയണേ. നമ്മളിപ്പോൾ എന്താ ചെയ്യാന്ന് നമ്മൾ 2 വട്ടം 3 വട്ടമൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടോക്കെ നോക്കിയിട്ട് ആ നഷ്ടമൊക്കെ റെഡിയാക്കിയിട്ടേ പിന്നെ നമ്മളിതൊക്കെ സ്വീകരിക്കുള്ളൂ. ചില ആൾക്കാർ ഹജ്ജിന് പറഞ്ഞേ ഹജ്ജിന് പോകാനായിട്ടില്ല, എന്താ പറയുക, കുറച്ചുകൂടി കുരുത്തക്കടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നുകൂടി റെഡിയാക്കാണ്ട് കുറച്ച് പലിശ വാങ്ങിയതും അവിടെ കൊടുത്തതും അവിടെ കുറച്ച് ലോൺ എടുത്തതും ഒരു അടവും കുറച്ചൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് അവസാനിപ്പിച്ച് നന്നായിട്ടാണ് പോകാനാണ് ഹജ്ജിന് എന്ന് പറയും. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ എന്ത് വന്നാലും ഒന്ന് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ ദീന് വേണോ വേണ്ട തീരുമാനിക്കണത്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോയ്സ് ഇല്ല, അങ്ങനെ ഒരു ചോയ്സ് വിശ്വാസിക്കില്ല. നിങ്ങൾ മുസ്ലിം എന്ന പേര് സ്വീകരിച്ചവനാണോ, അള്ളാഹുവിനും റസൂലിനും അനുസരണയുള്ളവൻ, അള്ളാഹുവിനും റസൂലിനും വിധേയപ്പെട്ടവൻ എന്ന പേര് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച ഒരു കാര്യത്തിൽ മറ്റൊരഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളതല്ല. കാരണം അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് അള്ളാഹുവും റസൂലും കൽപ്പിച്ചോ അത് ദീനിലുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ. അങ്ങനെ പടച്ചോൻ പറഞ്ഞുകണോ, അങ്ങനെ നബി പഠിപ്പിച്ചുകണോ, അങ്ങനെ ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ നമുക്കൊരു ഓപ്ഷനില്ല, നമ്മളത് സ്വീകരിച്ചേ പറ്റൂ സഹോദരങ്ങളെ.